നമസ്കാരം, സ്വാഗതം ബിഗ് ഫൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശവും പ്രചാരണ വിഷയങ്ങളും അതിനകത്ത് ആളുകളുടെ മൂഡ് എന്താണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ബിഗ് ഫൈറ്റ്. ഇന്നലെ കണ്ണൂരിലായിരുന്നു. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. അപ്പോൾ കോർപ്പറേഷനിലൂടെ സഞ്ചാരം തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ വലിയ പോരാട്ടം നടക്കുന്ന ഒരു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ LDFിന്റെ കയ്യിലേക്ക് സ്ഥലം, LDFിന് വലിയ കോൺഫിഡൻസ് ഉള്ള സ്ഥലം, നിലനിർത്താമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പലവിധ ഭരണ പ്രശ്നങ്ങളെയും ജീവിത പ്രശ്നങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് LDFിന് വലിയ ഫൈറ്റ് കൊടുക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് വിചാരിക്കുന്ന, UDF വിചാരിക്കുന്ന തദ്ദേശ സ്ഥാപനമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇവിടെ അത്ഭുതങ്ങൾ കാണിക്കാമെന്ന് മറ്റ് പല കോർപ്പറേഷനുകളിലെയും പോലെ അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളിലെയും പോലെ BJP വിചാരിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFിനെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ചില അസ്വാരസ്യങ്ങളും പാളിച്ചകളും ആത്മവിശ്വാസക്കുറവുകളും സംഭവിച്ചിട്ടുണ്ടോ? വലിയ പോരാട്ടം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ തദ്ദേശ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അതേസമയം LDF സർക്കാരിന്റെ, LDF കോർപ്പറേഷന്റെ ഭരണസമിതിയുടെ ഈ കാലത്തെ ഭരണപരമായ പിഴവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഡ്ജെടുക്കാൻ കഴിയുമെന്ന് UDFും BJPയും NDAയും ഒരുപോലെ വിചാരിക്കുകയും ചെയ്യുന്നു. എന്താണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു ഇലക്ഷൻ മൂഡ്? എന്തൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ? എന്തൊക്കെയാണ് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ? എന്താണ് അതിന്മേൽ ആളുകൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് എവിടെയാണ് എന്നീ ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ഈ തത്സമയ സംവാദ പരിപാടിയിലേക്ക്. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ ദുൽഖിഫിലാണ്. ഒപ്പം വനിതാ BJP നേതാവ് ശ്രീമതി രമ്യ ഹരിദാസ് ഉണ്ട്. ഒപ്പം ശ്രീ ഗവാസ് CPI നേതാവ് നവ്യ ഹരിദാസ്, ഒപ്പം ഗവാസ് CPI നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിലുള്ളത്. ഒപ്പം കോഴിക്കോട് നിന്നുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായ ഒരു കൂട്ടം വോട്ടർമാരെയും ഈ ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. അവരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും തേടുക എന്ന ഉദ്ദേശവും അതിനകത്തുണ്ട്. ദുൽഖിഫിലേക്കാണ് ആദ്യം. നിങ്ങൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ തുടങ്ങിയ എഡ്ജ് എടുക്കുക, ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക പോലെ ഒരു സംഗതി എടുത്തിട്ട് ഞങ്ങൾ ഇതിനകത്തെല്ലാം അഡ്വാൻസ് ചെയ്യുന്നു എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തുകയും കോഴിക്കോട് സമ്പൂർണ്ണമായിട്ട് ഇത് പാളിപ്പോവുകയും ചെയ്തോ? അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കേരളത്തിലിപ്പോൾ വോട്ടില്ലാത്ത സ്ഥാനാർത്ഥികൾ മാറ്റേണ്ടി വന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് എന്നല്ല, CPM ആണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പറയുന്നൊന്നും അർത്ഥമില്ല. പക്ഷേ എനിക്ക് അതിൽ കുറച്ചും കൂടിയും ഗൗരവത്തോടു കൂടി പറയാനുള്ളത്, കഴിഞ്ഞ 5 വർഷക്കാലം ഈ കോർപ്പറേഷന് നേതൃത്വം കൊടുത്ത മേയർ പറഞ്ഞത് അവിടെയുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് ശാപം കിട്ടുമെന്നാണ്. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചെയർപേഴ്സണ് ആ തരത്തിലേക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം കോഴിക്കോട് കോർപ്പറേഷനിൽ ഏത് തരത്തിലുള്ള ഭരണമായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം അഴിമതി നിറഞ്ഞ ഏത് വിഷയം എടുത്തു നോക്കിയാലും, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തമായാലും, അതോടൊപ്പം തന്നെ പുതിയ സ്റ്റാൻഡിൽ നടന്ന തീപിടുത്തമായാലും, ബിൽഡിങ്ങിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ അഴിമതികൾ നടന്നു എന്ന് മാത്രമല്ല, ആ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങളൊന്നും എവിടെ എത്തിയില്ല എന്നുള്ളതിൻ്റെ കുമ്പസാരമായിരുന്നു ഇവിടെയുള്ള ചെയർപേഴ്സൺ പറഞ്ഞത്. ഞങ്ങളെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, അവർക്ക് ശാപം കിട്ടും എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത്, ഈ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം കോഴിക്കോട് കോർപ്പറേഷനെ വികസന മുരടിപ്പിലേക്ക് നയിച്ച ഈ കോർപ്പറേഷനെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വലിയ ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്നതാണ്. ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യണം. അപ്പൊ ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ചെയ്യുന്നതിന് നിങ്ങൾ എന്തുമാത്രം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തുമാത്രം അതിനകത്ത് എന്താണ് പണിയെടുക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്ന ആൾ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ പോലുള്ള മെക്കാനിസം ഇല്ലാത്ത ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? അപ്പൊ അവർ നോക്കുമ്പോൾ എന്താണ് ഇത് ഇത്രയും കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സാധനം, ആര് മത്സരിക്കുന്ന ആർക്ക് വോട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു സംവിധാനത്തെ ജനം എങ്ങനെയാണ് വിശ്വസിക്കാന്ന് ക്വസ്റ്റ്യൻ അല്ലേ? അത് മേയർ സ്ഥാനാർത്ഥിയൊക്കെ മാധ്യമങ്ങൾ തീരുമാനിച്ചതാണ്. സാധാരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭൂരിപക്ഷം കിട്ടി, അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളാണ് മേയർ ആവുക. അതാണ് ഇന്ത്യയിലെ ജനാധിപത്യവും. വിനു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്റ്റാർ സ്ഥാനാർത്ഥിയായിരുന്നു. ദുർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസം. പക്ഷെ അദ്ദേഹം ആ ഒരു വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യയുടെ പൊതുസമൂഹത്തിൽ വലിയ ഒരു ചോദ്യചിഹ്നം ഉയർത്തി വരുന്നുണ്ട്. നിയമസഭയിലും പാർലമെന്റിലും വോട്ട് ചെയ്ത ആൾ പിന്നീട് വീണ്ടും വോട്ട് ചേർക്കണമെന്ന് പറയുമ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ പരാജയം കൂടിയും അതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അതിനെ ന്യായീകരിക്കാനൊന്നും തയ്യാറല്ല. പക്ഷേ ആ ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ
കോൺഗ്രസ് ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, UDF ഉയർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹൈക്കോടതി പരിശോധിച്ചില്ലേ? ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള അവരുടെ മുമ്പിൽ നിന്ന് വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഒരു പൗരൻ നിയമസഭയിലും പാർലമെന്റിലും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ. അദ്ദേഹത്തിന് 18 വയസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം താമസിക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ്. ആ സ്ഥലത്തിലൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ഗൗരവമായ എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അല്ല, വിനുവിന്റെ വോട്ട് രാഷ്ട്രീയമായി വെട്ടിക്കളഞ്ഞുള്ള നിങ്ങളുടെ ആക്ഷേപം കൂടി ജനം എടുക്കുമോ എന്ന് നോക്കാം. നവ്യ ഹരിദാസ്, ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് NDA സംബന്ധിച്ച് നിങ്ങൾ എന്തുമാത്രം ഹോപ്പ്ഫുൾ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ശരിക്കും പ്രതീക്ഷിക്കുന്ന നമ്പർ എത്രയാണ്? അതോ കോർപ്പറേഷൻ പിടിക്കാൻ പോകണം? BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 7 കൗൺസിലർമാരെ മാത്രമാണ് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. 22 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തും വളരെ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിന് 3ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുള്ള നിരവധി വാർഡുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാർഡുകളിലെല്ലാം BJP കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയും ആ വാർഡുകളെല്ലാം തന്നെ വിജയിപ്പിച്ചെടുക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെയാണ് BJP ഇത്തവണ ഇലക്ഷൻ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് ഇലക്ഷൻ വർക്ക് ഒരു 5 മാസങ്ങൾക്ക് മുൻപേ തന്നെ BJP നേതൃത്വം നൽകിക്കൊണ്ട് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോഴടക്കം മറ്റ് പാർട്ടികളിലെല്ലാം വളരെ ഭിന്നതകൾ നിലനിൽക്കുമ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഇല്ലാത്ത തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക നിരത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളുടെ വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. മറ്റു പല ഭാഗങ്ങളിൽ നമുക്കറിയാം പലതരത്തിലുള്ള ആശങ്കകളും ഉത്ഭവിക്കുകയും ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിക്കടക്കം വോട്ടില്ല എന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം ഹോംവർക്കുകൾ മറ്റു പാർട്ടികൾ നടത്തി എന്നുള്ളത് കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വാർഡുകൾ നിലനിർത്തിക്കൊണ്ട് ഭരണത്തേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, BJPയെ സംബന്ധിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് എന്നാണ് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ കോർപ്പറേഷൻ അഴിമതിക്കെതിരെ ജനങ്ങൾക്ക് ജനവികാരമുണ്ട്. അപ്പോൾ സാധാരണ നിലയ്ക്ക് അതിൻ്റെ ഒരു ആളുകളുടെ ഒരു ചോയ്സ് ആയിട്ട് UDF വരുമെന്ന് അവർ വിചാരിക്കുന്നു. അതിനെല്ലാം അപ്പുറം UDFും വേണ്ട, BJPയെ തെരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ് കോഴിക്കോട്ടെ മനുഷ്യർ തീരുമാനിക്കും എന്നതിന് നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണ്? എവിടുത്തെ BJPയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ BJP മുന്നോട്ട് എന്ത് പൊളിറ്റിക്സ് കണ്ടിട്ടാണ്, ഏത് വികസന മോഡൽ കണ്ടിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം? കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികസന രേഖ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ആവിഷ്കരിച്ചുകൊണ്ട് മാത്രമുള്ളതായിരുന്നു. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കേന്ദ്രത്തിന്റെ അമൃത് പ്രോജക്റ്റിലൂടെ നമ്മുടെ ഡ്രെയിനേജുകളും പാർക്കുകളും നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് തുടങ്ങി നഗരത്തിൽ ഏത് പ്രവർത്തനങ്ങളും എടുത്തു കാണിക്കുന്ന സമയത്ത് അതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. സ്വന്തമായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ വീട് നിർമ്മിച്ച് കൊടുക്കാൻ പോലും മുൻകൈ എടുക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് നിരവധി ആളുകളുടെ പട്ടിക എന്നും നമ്മുടെ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടികയിലുള്ള ഒരാൾക്കെങ്കിലും വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചോ എന്നുള്ളതാണ് നമ്മൾ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നതും. അതുകൊണ്ട് ഇവിടെ കേന്ദ്രത്തിന്റെ വികസനം തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് BJP ഓരോരുത്തരുടെയും അടുത്ത് വികസനത്തിന്റെ കാഴ്ചപ്പാട് മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതും. അപ്പോൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10-12 വർഷക്കാലത്തോളമായി പ്രവർത്തിച്ചിട്ടുള്ള അവർ മുൻപോട്ട് വെച്ചിട്ടുള്ള മാതൃക, ആ മാതൃക കോഴിക്കോട് കോർപ്പറേഷനകത്ത് നടത്തി കാണിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് വോട്ടിനെ. കേന്ദ്ര സർക്കാരിന്റെ പൈസ എല്ലായിടത്തും വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പൈസ കൊണ്ട് ആ നിലയ്ക്കുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള വേറെ കോർപ്പറേഷൻ ഉദാഹരണങ്ങൾ നിങ്ങൾ വെക്കുമോ? ഇവിടെയും പുറത്തുള്ളത് നമുക്ക് ഈ കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ ഏതൊരു കോർപ്പറേഷൻ എടുത്തു നോക്കുമ്പോഴും അത്തരത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമാണ് വികസന രേഖയിൽ ഇടം പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കി കാണുമ്പോൾ അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പൈസ കൊണ്ട് നടത്തുന്ന വികസന പരിപാടികളാണ് കൂടുതലും അതിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ശിഖവാസനകത്തൊരു കാര്യമുള്ളത്, ഈ നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങളുടെ ഭൂമികയാണ്, നിങ്ങൾ അധികാരം നിലനിർത്തിയിട്ടുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് ആ നിലയ്ക്കുള്ള കോൺഫിഡൻസ് എല്ലാം ഉണ്ട്. പക്ഷേ കോർപ്പറേഷനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, ഇവ നിങ്ങൾക്ക് നിരാകരിക്കാൻ പറ്റുന്ന ഒന്നാണോ എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് അഴിമതി ആരോപണങ്ങൾ, അതിൽ തന്നെ ഉദ്യോഗസ്ഥർ പാപികളാണ് എന്ന മട്ടിലുള്ള മേയറുടെ തന്നെ പരാമർശങ്ങൾ, ഇവയെല്ലാം സംഗതി കുറച്ച് കുത്തഴിഞ്ഞ് കിടക്കുകയാണ് എന്നൊരു സമ്മതം കൂടി അതിനകത്തില്ലേ? അത് ജനം വിലയിരുത്തില്ലേ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഒരിക്കലുമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം കഴിഞ്ഞ് പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനും കോഴിക്കോട്ടെ മറ്റ് 90 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, വോട്ടർമാരെ കാണുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ചുള്ള രാഷ്ട്രീയമായ ആക്ഷേപങ്ങൾ എന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു തരത്തിലും
ജനങ്ങൾ അംഗീകരിച്ച അല്ലെങ്കിൽ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുവെന്ന് അവർക്ക് തോന്നലുണ്ടാക്കുന്ന ഒന്നുമില്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇടതുപക്ഷം തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ UDFിൻ്റെയും BJPയുടെയും എല്ലാം പക്ഷത്ത് നിരവധികളായിട്ടുള്ള സംഘടനാപരമായ പ്രശ്നങ്ങളാൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്താണ് ദുൽഖിൽഫിൽ. ഞങ്ങൾ രണ്ടുപേരും ജില്ലാ പഞ്ചായത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ദുൽഖിൽഫിൽ പറഞ്ഞത് സ്ഥാനാർത്ഥിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വോട്ടുണ്ടായി എന്നുള്ളതുകൊണ്ട് തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കൂടി വോട്ടുണ്ടാവണം എന്നതാണ്. സത്യത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയുന്ന രാഷ്ട്രീയ സാക്ഷരതയുടെ ആദ്യ പാഠങ്ങളിലൊന്നാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേരളത്തിലെ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും നടത്തുന്നത് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രണ്ടിനും 2 വോട്ടർ പട്ടികയാണ്. 2 വോട്ടർ പട്ടികയിലും ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും യഥാവിധി അറിയിച്ചുകൊണ്ടാണ് സർക്കാരുകൾ നടത്തുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാൻ കേവലം ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വീടുകളിലേക്ക് പറഞ്ഞേക്കുക മാത്രമല്ല, അതൊരു ജനകീയ ക്യാമ്പയിനായി നാട്ടിലെമ്പാടും വോട്ട് വണ്ടികൾ സഞ്ചരിക്കുന്നു, എല്ലായിടങ്ങളിലും കിയോസ്കുകൾ സ്ഥാപിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പത്രങ്ങളിൽ മറ്റു മാധ്യമങ്ങളെല്ലാം വലിയ പരസ്യങ്ങൾ നൽകുന്നു. ജനങ്ങളെ ജനാധിപത്യത്തിൻ്റെ മഹാ ഉത്സവങ്ങളിലേക്ക് പങ്കുചേരിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആദ്യഘട്ടമായ വോട്ടർ പട്ടികയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്ത ഒരാളിനെ മേയർ സ്ഥാനാർത്ഥിയായി, ഇത് പത്രങ്ങൾ പറയുന്നതല്ല, മറിച്ച് കോൺഗ്രസ് തന്നെ ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തെ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധായകൻ, കേരളത്തിൽ ഏറ്റവും വലിയൊരു കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നയാൾ, കേരളം കണ്ട മികച്ച സംവിധായകന്മാരിൽ ഒരാൾ, കോഴിക്കോടിന് അഭിമാനകരമായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തയാളാണ്. അദ്ദേഹത്തെ ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ വെച്ച് വിഡ്ഢിവേഷം കെട്ടി അപമാനിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളിലേക്കെല്ലാം തുടർ ചർച്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് പറയാം. പ്രിയപ്പെട്ട നവ്യ ഇവിടെ സൂചിപ്പിച്ചു, കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് എല്ലാം നടപ്പിലാക്കിയത് എന്ന്. ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ മാർഗരേഖകളെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു നവ്യ ഏതാണ്ട് ഒരു 10 വർഷക്കാലമായി തദ്ദേശ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അവർ കൃത്യമായിട്ട് അറിയാം, മാർഗരേഖയിൽ പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾക്കുമൊപ്പം സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ കൂടി നടപ്പിലാക്കുന്നതാണ് ഒരു സർക്കാരിൻ്റെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. അത് ഭാവനാപൂർണ്ണമായിട്ട് എങ്ങനെ അവതരിപ്പിക്കാം, നൽകുന്ന പണത്തിനെ എങ്ങനെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താം, അതാണ് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തി സംവിധാനം നോക്കുന്നത്. അത് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരുന്ന സമയത്ത് ആ ഫണ്ടിനെ ഫലപ്രദമായി ഉപയോഗിക്കണം. ആ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് മെഡിക്കൽ കോളേജിൽ സീവേജ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമൃത് പദ്ധതിയിൽ ഇന്നേ പ്രദേശത്തു കൂടി ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൻ്റെ സൈഡിനകത്ത് മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്നല്ല, മറിച്ച് അത് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഈ പ്രാദേശിക സർക്കാരാണ്. ആ പ്രാദേശിക സർക്കാർ ഭാവനാപൂർണമായ പദ്ധതികൾ ഉണ്ടാക്കി ആ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിയിട്ട് കേന്ദ്രം ഒരു പ്രത്യേക സംവിധാനം, കേരളം ഒരു പ്രത്യേക സംവിധാനമല്ല. ജനാധിപത്യത്തിൽ ഇവയെല്ലാം കൂടിച്ചേർന്നാണ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ അത് നവ്യ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തി അതിലുമപ്പുറത്തേക്കുള്ള പദ്ധതികളെ ആവിഷ്കരിച്ച് ഈ കോഴിക്കോട് കോർപ്പറേഷൻ, കോഴിക്കോട് ജില്ലയിലാകെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള എല്ലായിടത്തും ആ പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആത്മവിശ്വാസം എന്നത് കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ്. ഏറ്റവും മേൽത്തട്ടിൽ മുതൽ ഏറ്റവും താഴെത്തട്ട് വരെയുള്ള സർവ്വവിഭാഗം ജനങ്ങളെയും ഒരേപോലെ കണ്ട് അവർക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. ആലങ്കാരികമായി സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റിനുള്ള അംഗീകാരം കൂടിയായി 6 മാസം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അംഗീകാരമായിട്ട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഈ ഉന്നയിക്കപ്പെട്ട ഒരു സംഗതി ഉണ്ടല്ലോ, ഈ കോർപ്പറേഷൻ ഭരണത്തിൽ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഒരു നിലയ്ക്കും ഡിസ്കസ് ചെയ്യപ്പെടില്ല എന്ന് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്? അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും സാധിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാദേശിക സർക്കാരുകളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളുമല്ലാതെ
നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉണ്ടായാൽ ചിലപ്പോൾ കോടതിക്കകത്ത് പോയേക്കാം, കേസുകൾ ഉണ്ടായേക്കാം, അതിലപ്പുറത്ത് അതിന്റെ അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മോശത്തരങ്ങൾ ഉണ്ടായി എന്ന് ഒരിക്കലും പറയാൻ പ്രൂവ് ചെയ്യപ്പെട്ട അഴിമതികളൊന്നുമില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് നിങ്ങളുടെ. ദുർഖിപ്പിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് LDFന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ സർക്കാർ ഭരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. 9.5 വർഷക്കാലമായി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളുടെ കാര്യത്തിലായാലും വെൽഫെയർ സ്കീമുകളുടെ കാര്യത്തിലായാലും കുറേ അധികം മുന്നോട്ട് പോകാൻ പറ്റി എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലെ മനുഷ്യരെ ഡയറക്റ്റ് സ്പർശിക്കുന്ന ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഈ പറഞ്ഞ സ്കീംസിലെല്ലാം പൈസ വർദ്ധിപ്പിക്കുന്നു. അവയെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് വെച്ചാൽ അവർക്ക് ജയിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളപ്പോൾ ബുദ്ധിമുട്ടുകയല്ലേ? ഒരിക്കലുമില്ല. ഒന്ന്, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഏതാനും കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ വിലക്ക് വാങ്ങാൻ പറ്റുന്ന സമൂഹമാണ് കേരളീയ സമൂഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം 5 മാസത്തിനുള്ളിൽ വരാൻ നിൽക്കെ ഇത്തരത്തിലുള്ള വാഗ്ദാനം നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് അവരുടെ ഒരു വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അതിനൊക്കെ ജനങ്ങൾ നല്ല ബോധ്യത്തോടു കൂടി മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ല, അവർ 2 തവണയായിട്ട് സർക്കാരിനെ വിജയിപ്പിച്ച ജനങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞ തവണ എങ്ങനെയാണ് അധികാരത്തിൽ വന്നതെന്നൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് അത് കോവിഡിന്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന നിപ്പയുടെയൊക്കെ പ്രത്യേക കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരുപാട് പരിമിതികളുള്ള ഒരു സമയത്താണ് അതൊരു അസാധാരണമായ സാഹചര്യമാണ്. ആ സാഹചര്യം നിങ്ങൾ അങ്ങനെ കാണുന്നുള്ളൂ. ഏതായാലും അസാധാരണമായ സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ അറിയാതെ വോട്ട് ചെയ്ത് നിങ്ങളുടെ ധാരണ അല്ല, ആ രീതിയിലല്ല സംസാരിച്ചത്. ഇപ്പോ നിങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് പണം കുറച്ച് അവസാന സമയത്ത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പണം നോക്കി വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആളുകൾ വോട്ട് മറിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് KC വേണുപോലെ കൊടുത്തിട്ട് ഇരിക്കുന്നതല്ല. കഴിഞ്ഞ 9 വർഷക്കാലം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടി കൊടുക്കുന്ന കാര്യമൊക്കെ. അത് 1000 രൂപയോ 7500 രൂപ ഉള്ളത് 1000 രൂപ കൂട്ടിയാൽ എത്ര പൈസയാകും? ഇന്ന് കേരളത്തിലെ പിന്നെ 8500 രൂപയ്ക്ക് എന്ത് വരുമാനമാണ് എന്നുള്ളത് ഒന്ന് സ്വയം പരിശോധിക്കുന്നതാണ്. മന്ത്രിമാരുടെ PA-മാർക്കും PSC മെമ്പർമാർക്കൊക്കെ ലക്ഷങ്ങളും കോടികളും കൂട്ടുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് പണമാണ് ഇവർ കൊടുത്തതെന്ന് സ്വയം ചിന്തിക്കുന്നതല്ല. ഇത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. നേരത്തെ ഗവാസ് മെമ്പർ പറഞ്ഞു നിലനിൽക്കുന്ന അഴിമതിയില്ല. എനിക്ക് വളരെ വിനയത്തോടുകയില്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ഇവിടുന്ന് തട്ടിമാറ്റിയ 19 കോടി എവിടെ പോയി? ആ അന്വേഷണം എവിടെ നിൽക്കുന്നു? ആ അന്വേഷണത്തിലെ പ്രതി ഇപ്പോൾ എവിടെയാണുള്ളത്? അത് യാഥാർത്ഥ്യമാണല്ലോ. ഞാൻ അതിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. യാഥാർത്ഥ്യമല്ല. കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി അത് കണ്ടുപിടിച്ചതല്ലേ? അതിൽ കുറേ ജീവനക്കാർ ജയിലിലേക്ക് പോയതല്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഗവാസ് മെമ്പർക്ക് പറയാനുണ്ടോ? അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം എന്ത് പദ്ധതിയാണ്. ഞാൻ വളരെ വിനയത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിക്കുന്നത്, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 9.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിന്റെ കീഴിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ ഏത് വികസന പ്രവർത്തനമാണ് തുടങ്ങി അവസാനിപ്പിച്ചത് എന്ന് പറയാൻ സാധിക്കും? മറുപടി എന്താണ്? 9 വർഷക്കാലം കൊണ്ട് ഈ ഭയങ്കരമായ വികസനം കേരളത്തിലാകെ വന്നിട്ട് കോർപ്പറേഷൻ എന്ത് കിട്ടിയെന്നാണ് സ്പെസിഫിക് ആവാൻ കുറച്ചുകൂടെ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇത്തരം ചാനൽ പരിപാടികളിൽ ഒരു ക്ലീഷേ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാം എന്നല്ലാതെ കോഴിക്കോട് നഗരത്തെ കാണുന്നവർക്കെല്ലാം അറിയാം 9 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 5 വർഷം മുമ്പുള്ള നഗരമല്ല ഇപ്പോൾ കോഴിക്കോട്. അതിൻ്റെ പശ്ചാത്തല മേഖലയിൽ വലിയ വികസന മാറ്റങ്ങൾക്കുണ്ടായി തീർന്നിരിക്കുന്നു. റോഡുകളുടെ കാര്യത്തിൽ വലിയ സൗകര്യങ്ങൾ ഉണ്ടായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ നവ്യ ഉൾപ്പെടെ പറഞ്ഞ മെഡിക്കൽ കോളേജിലെ സീവേജ് പ്ലാന്റ് ഉൾപ്പെടെ മാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ പുരോഗതിയിലേക്ക് ഈ സർക്കാർ പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നിരവധി അവാർഡുകൾ നേടിയെടുക്കാൻ സാധിച്ചു. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളും കൂടി കൂട്ടിയോജിപ്പിച്ചാണ് ഏറ്റവും കൂടുതൽ വയോജന സൗഹൃദ നഗരമായിട്ട് കോഴിക്കോടിനെ മാറ്റാൻ കഴിഞ്ഞു. സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ യുനെസ്കോയുടെ അവാർഡ് നേടിയ യുനെസ്കോയുടെ സാഹിത്യ നഗര പ്രഖ്യാപനം നടത്തപ്പെട്ട നഗരമായിട്ട് കോഴിക്കോട് മാറി. അന്താരാഷ്ട്ര തലത്തിൽ പോർച്ചുഗലിലെ സിനിയ, ആ പേര് തെറ്റാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, സിനിയ എന്ന് പറയുന്ന ഒരു മിനിറ്റ് ഞാൻ പറയാം. സാഹിത്യ നഗര പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിൽ നടത്തപ്പെട്ടതിന്റെയും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അതിന് സൗകര്യപ്രദമായ രൂപത്തിൽ ഇതിനെ ഒരുക്കിക്കൊണ്ടുവരുന്നതിലും കോഴിക്കോട് കോർപ്പറേഷൻ വഹിച്ച വലിയ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ
ഞാൻ പറയട്ടെ. ഡയറക്റ്റ് ചോദ്യം. കഴിഞ്ഞ 9 വർഷക്കാലം മുമ്പ് ഒരു പദ്ധതി തുടങ്ങി അവസാനിപ്പിച്ച ഒരു പദ്ധതിയുടെ പേര്, ശരി, ഒറ്റ പദ്ധതിയുടെ പേര് ആന്ന് പറ. അതൊന്ന് വേഗം പറഞ്ഞു. അല്ല, ഒരു പദ്ധതിയെ കുറിച്ചല്ല, ഈ കോഴിക്കോട് കോർപ്പറേഷനകത്ത് നടപ്പിലാക്കപ്പെട്ട നിരവധി പദ്ധതികളെ കുറിച്ച് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ കോളേജിലെ സീവേജ് പ്ലാന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് നഗരത്തിന്റെ പശ്ചാത്തല മേഖലയിലുണ്ടായ വലിയ വികസനം, അംഗനവാടികളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള സ്മാർട്ട് അംഗനവാടി വികസനങ്ങൾ, ഇവിടെയുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ച, വെൽനസ് സെന്ററുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ച നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, ഇതെല്ലാം 5 വർഷക്കാലത്തിനിടക്ക് ഉണ്ടാക്കപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു വൻകിട പദ്ധതി മാത്രമല്ല, മറിച്ച് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും കുറിച്ചാണ് പറയുന്നത്. ഞാനൊന്ന് സംസാരിക്കട്ടെ. നഗരത്തിന്റെ വിഷയങ്ങള്, നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷൻ എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശ്രീ ഗവാസ് ഇവിടെ സൂചിപ്പിച്ചത് മുഴുവനും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളതും ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ കൊണ്ടുവന്നിട്ടുള്ളതിൽ എല്ലാം തന്നെ 100% കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ സംസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതി ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് എടുത്ത് പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനകത്ത് പൊതുജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പാർക്കിംഗ് പ്ലാസ എന്നുള്ളത്. നമുക്ക് ഈ ബീച്ച് പ്രദേശങ്ങൾ നോക്കുമ്പോൾ അറിയാം, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ നോക്കുമ്പോൾ നമുക്കറിയാം, മാനാഞ്ചിറ പ്രദേശങ്ങളിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം. ആ പാർക്കിംഗ് പ്ലാസ എന്ന് പറയുന്നത് ഈ നഗരത്തിന്റെ പ്രകടന പത്രികയിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും പ്രകടന പത്രികയിൽ ഇടം പിടിക്കുന്നു എന്നല്ലാതെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടെ മറ്റു പല നഗരങ്ങൾ മാറുമ്പോഴും ഈ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ള മാനാഞ്ചിറ സ്ക്വയറിന് ചുറ്റിലും വെള്ള വര വരയ്ക്കുകയാണ്. ആ വെള്ള വര വരച്ച് കാർ പാർക്കിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മുടെ സ്റ്റേഡിയം പരിസരം എടുത്തു നോക്കുമ്പോൾ ആ സ്റ്റേഡിയം പരിസരത്തും വെള്ള വര വരച്ച് റോഡിന്റെ വശങ്ങളിൽ പാർക്കിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു അത്യാധുനിക രീതിയിലേക്ക് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന പ്രവണതയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം കൂടെ ശ്രീ ഗവാസ് സൂചിപ്പിച്ചത്, കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന പദ്ധതികൾ എങ്ങനെ 100% വിനിയോഗിക്കാം എന്നുള്ള ചർച്ചകളാണ് നടക്കേണ്ടത് എന്നാണ്. അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേന്ദ്രം നൽകിയിട്ടുള്ള 127 കോടി വെച്ചുകൊണ്ട് നമ്മുടെ ആവിക്കൽ തോടിൽ, ഈ ബീച്ച് പ്രദേശത്ത് ആവിക്കൽ തോടിൽ ഒരു സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് ആവിഷ്കരിച്ചിരുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു. പക്ഷെ അത് LDFന്റെയും UDFന്റെയും എതിർപ്പ് കാരണം ഇവിടെ നടത്തിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ എതിർപ്പ് എന്നുള്ളതല്ല, UDF എന്ന് പറയുന്ന കക്ഷിയുടെ ഈ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കൊണ്ട് LDFന് അത് നടത്തിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞ കാര്യമാണല്ലോ. ജനങ്ങളുടെ എതിർപ്പായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇവിടെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുന്നു, ജനങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ അവിടെ കേന്ദ്ര സർക്കാർ പറയുന്നതും എന്താണ്, ഇത്തരം സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളുടെ കുടിവെള്ളം എന്നുള്ള അവകാശം അത് സ്ഥാപിക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതിനുവേണ്ടി കോടികൾ അനുവദിച്ച് നൽകിയിട്ടും UDF എന്ന് പറയുന്ന പ്രതിപക്ഷം അതിന് അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മേയർ രാഷ്ട്രീയമായി മനസ്സിലാക്കുന്നത് എന്താണ്? UDFന്റെ പ്രശ്നം എന്താണ്? UDFന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ LDFന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ UDFന്റെ. നമുക്കറിയാം, അതിന്റെ കക്ഷി നേതാവ് ശ്രീ പ്രവീൺ അടങ്ങുന്ന ആളുകൾ കോഴിക്കോട് കോർപ്പറേഷനകത്ത് മേയർ ഭവനിനകത്ത് മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അതെ, അദ്ദേഹം അവിടെ നിന്നും ഈ പദ്ധതിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ട് തിരിച്ചു പോവുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തെ വാർഡ് കൗൺസിലർ അടക്കം കുറച്ച് ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ അത് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയും, പക്ഷെ ഞാൻ പറയുന്നത് അതാണ്, ആളുകളുടെ എതിർപ്പ് എന്ന് പറയുമ്പോൾ അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ആ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവിടെ സ്ഥാപിക്കുന്നത് ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള ബോധവൽക്കരണം നടത്തേണ്ടത് ആരാണ്? അത് ഭരണകക്ഷിയുടെ അവകാശമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അവരെ ബോധ്യവൽക്കരിച്ചുകൊണ്ട് അവരുടെ പ്രദേശത്തെ ശുചിയായി നിലനിർത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗുജറാത്ത് മോഡൽ വികസന പ്രവർത്തനം അത് കോഴിക്കോട് നടക്കില്ല. ബുൾഡോസർ അത് ചില ഏരിയകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ നടത്താമെന്ന് CPM-ഉം BJP ഒക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കോഴിക്കോടിന്റെ മണ്ണിൽ നടക്കില്ല എന്നുള്ള തർക്കവും വേണ്ട. സമ്മതിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഗുജറാത്തിന്റെ വികസനം എന്താണെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനൊന്നും വെറുതെ വികസനം എന്നല്ല അതിന് പറയാ, തീവ്ര വലതുപക്ഷ വികസനം എന്നാണ് പറയാ. അതൊന്നും അവിടെ നടക്കില്ല. അതൊന്നും കേരളത്തിൽ നടക്കില്ല.
അല്ല, പ്രധാനപ്പെട്ട കാര്യമുള്ളത് വികസനം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പേപ്പറിലുള്ളതല്ല വികസനം, ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കുക എന്ന് പറഞ്ഞ നിങ്ങളുടെ നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഈ ബീച്ചിലില്ല. എത്രയോ ജനങ്ങൾ വരുന്നുണ്ട്. ഇന്നേ വരെ ആരും ഭരിച്ചിട്ടും ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇതിലില്ല. അവിടെ പേ ന്യൂസ് ഇല്ലേ? അത് വളരെ കുറഞ്ഞ സൗകര്യമുള്ളൂ. വലിയൊരു സൗകര്യത്തിന്റെ ആവശ്യം ഇവിടെ ഉണ്ട്, ഈ ബീച്ചിലുണ്ട്. അത്രയും ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ശരി, അത് ഇവരെന്തെങ്കിലും ഒരു കാരണങ്ങൾ പറയട്ടെ. അതിന് ഞാനൊരു മറുപടി പറയാം. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ 2019 ഒക്ടോബറിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചു. ഇതിന്റെ കഴിഞ്ഞ ഭരണസമിതി 2019 ഒക്ടോബറിലാണ് പ്രഖ്യാപിച്ചത്. അതായത് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വച്ഛ ഭാരതിന്റെ ഫണ്ട് നമുക്ക് ലഭ്യത. ഈ ടോയ്ലറ്റ് നിർമ്മാണത്തിന് എല്ലാവരും പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടല്ലോ, ടോയ്ലറ്റ് നിർമ്മിക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന്. അതേ അഭിമാനത്തോടുകൂടെ തന്നെ ഞങ്ങൾ പറയുന്നു, നിരവധി ടോയ്ലറ്റുകൾ ഈ ടോയ്ലറ്റ് ഇല്ലാത്ത പ്രദേശത്ത് നിർമ്മിച്ചു നൽകിയ പ്രധാനമന്ത്രി തന്നെയാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്തരം ആവശ്യം ജനങ്ങളുടെ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ ആവശ്യം നമുക്കറിയാം. ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ മുൻവശത്തുള്ള ആ ടോയ്ലറ്റിൽ 5 രൂപ ഞാൻ പറയാം, ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. 5 രൂപ കൊടുത്ത് നമുക്ക് ആ ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അതിന്റെ ഔട്ട്ലെറ്റ് പോകുന്നത് നേരെ ഗ്രൗണ്ടിലേക്കാണ്. അവിടെ ഒരു പച്ച തുണി വെച്ച് മറച്ചു വെച്ചിരിക്കുന്ന സംവിധാനമാണ് ഇദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഈ കോഴിക്കോട് കോർപ്പറേഷനകത്തുള്ളത്. അത് തിരിച്ചു കൊണ്ടുവരണം എന്നതാണ് കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ബീച്ചിനെ ഇന്ന് കാണുന്ന രൂപത്തിൽ നവീകരിച്ച് ഈ പുതിയ സംവിധാനം ഉണ്ടാക്കി ആവിഷ്കരിച്ചത് കോഴിക്കോട് നവീകരിച്ചുണ്ടാക്കിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. കോഴിക്കോട് നഗരത്തിനകത്ത് ഈ പറയുന്ന ബീച്ചിനകത്തുള്ള ടോയ്ലറ്റ് സംവിധാനം ഇപ്പോൾ നിലവിലുള്ളത്, പുതുതായി ആവിഷ്കരിക്കപ്പെടേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാമുള്ള ഗൗരവമായ ചർച്ചകൾ വരും ദിവസങ്ങളിലും കൂടി നമുക്ക് നടത്താം. ഇപ്പൊ വരുന്ന എല്ലാ ആളുകൾക്കും മറിച്ച് ഇപ്പൊ നിലവിലുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു കാര്യം കൂടി കോഴിക്കോട് നഗരത്തിൽ നൽകിയ 120 കോടിയെ കുറിച്ചെല്ലാം പറയുന്ന നവ്യ, ഞാൻ ചോദിക്കുന്നത് ആളുകൾ ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് മൂത്രപ്പുര ഉണ്ടാക്കുക എന്ന് പറയുന്ന ബേസിക് സംഗതി നമുക്ക് ഇനിയും ഗൗരവതരമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞത് നിലവിലുള്ള സംവിധാനങ്ങൾക്കനുസരിച്ചുണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ആവശ്യമാണ് എന്നാണ്. അല്ലാതെ ഇപ്പൊ കോഴിക്കോട് മൂത്രപ്പുര ഇല്ല എന്നും ആളുകൾ ബുദ്ധിമുട്ടുന്നില്ല എന്നല്ല, മറിച്ച് പുതിയ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഗൗരവപ്പെട്ട ആലോചന ഉണ്ടാവണം. ഓരോ തവണയും ഈ ബീച്ച് നവീകരിക്കപ്പെടുമ്പോൾ ബീച്ചിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയാണ്. ഇന്നലെ വന്ന ആളുകളല്ല, മറിച്ച് ഇന്ന് കൂടുതൽ നവീകരിക്കപ്പെട്ട, കൂടുതൽ ശാസ്ത്രീയമായി പരിഷ്കരിക്കപ്പെട്ട ഒരു ബീച്ചിനകത്തേക്ക് ആളുകൾ നടന്നപ്പോഴാണ് ആ നിലയിൽ ബീച്ചിന്റെ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളിലും തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം കൂടി ഉണ്ടാവുമെന്നാണ്. എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ബീച്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ കൂടുതൽ ഗൗരവമായി മുന്നോട്ട് പോകുന്നു. സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടു, നിങ്ങൾ വേദി ഉണ്ടാക്കിയത് പറഞ്ഞത് കേട്ടു, ആളുകൾക്ക് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ തീർന്നാൽ മാത്രമേ ആ കാര്യത്തിൽ പറയണേ. അതായത് ഈ സൗകര്യങ്ങളെല്ലാം ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന സൗകര്യങ്ങളുടെ വർധനവ് അതതു കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കണതല്ലാതെ ഇപ്പം യാതൊരു സൗകര്യം ഇല്ല എന്നല്ല, ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ നാളെ ഉണ്ടാക്കി തീർക്കാനുള്ള ഗൗരവതരമായ ഇടപെടൽ കൂടി ഉണ്ടാവണമെന്നാണ്. നിങ്ങൾ എത്ര നാളായിട്ട് കോർപ്പറേഷൻ ഭരിക്കുന്നു? കോർപ്പറേഷൻ ഭരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ ബീച്ച് ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങളെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട, കൂടുതൽ നവീകരിക്കപ്പെട്ട, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഈ കോഴിക്കോട് നഗരം ഏറ്റവും മാതൃകാപരമായ മാലിന്യ സംസ്കരണ സംവിധാനമുള്ള കോർപ്പറേഷനായിട്ട് മാറിക്കഴിഞ്ഞു. ഞാൻ ഇതൊക്കെ ചോദ്യങ്ങൾക്ക് മുമ്പ് എനിക്ക് നേരത്തെ നവ്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുണ്ട്. ആ കാര്യം കൂടി കഴിഞ്ഞ് നമുക്ക് പോകാം. ഇവിടെ 120 കോടി രൂപ തദ്ദേശ സ്ഥാപനത്തിന് നൽകിയതിന്റെ കണക്കൊക്കെ നവ്യ പറയുകയാണ്. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി സാമ്പത്തികമായി ഞെരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. കേന്ദ്രം എല്ലാവരെയും ഒരുപോലെ കാണേണ്ടതും കേന്ദ്രം എല്ലാവർക്കും ഒരേ സൗകര്യം കൊടുക്കേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനങ്ങളെല്ലാം നിലനിൽക്കുന്ന സന്ദർഭത്തിലും അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണ
സംവിധാനം എന്ന Yes, yes. അത് കുറച്ച് പ്രത്യേകത കൂടി കുറച്ച് വലിയ കേരളത്തിൽ വിഷയമാണ്. കുറച്ച് കാണണം. വലിയ അല്ല, വലിയ വിഷയം. വിഷയമാണ്. മനസ്സിലായി. ആ വിഷയത്തിനെ കേവലം കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾ 1-2 പദ്ധതികൾക്ക് ശരി, പണം ഓ, കൊടുത്തു fine, എന്ന് fine, fine, പറഞ്ഞുകൊണ്ട് fine. അതായത് അവസാനിപ്പിച്ചു പോകാൻ സാധിക്കില്ല കോഴിക്കോട് എന്നാണ് ബീച്ചിൽ സൂചിപ്പിച്ചത്. കോഴിക്കോട് ബീച്ചിൽ വന്ന് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുന്ന മനുഷ്യർ ഗൗരവതരമായ ചർച്ച ഇല്ലില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനല്ല. അങ്ങനെ തെറ്റായി അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കണം. കോഴിക്കോട് നഗരത്തിലെ അടിസ്ഥാനപരമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ ഇത്രയും കാലമായി ശരി, എങ്ങനെ പരിഹാരം കാണണമെന്ന് 50 വർഷക്കാലമായി നിങ്ങൾ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 50 സംവിധാനത്തിൽ എങ്ങനെ വർഷക്കാലത്തിലേറെയായി പരിഹാരം കാണുന്നത്? ആരാണ് ഈ പരിഹാരം കാണേണ്ടത്? നിങ്ങളെല്ലാം വാദോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. നവാസ് ഒരു മിനിറ്റ്. ഗവാസ്, ആ. നിങ്ങള് ഈ ഓഡിയൻസിന്റെ മുന്നിൽ വാദോരാതെ നിങ്ങളതായ പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ നിങ്ങളെ കേട്ടിരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾക്ക് മറുപടി പറയാനും സാഹചര്യം ഒരുക്കുന്നത് കൊണ്ടല്ല ഇങ്ങനെ ഒരു ഡിബേറ്റ്. അതല്ലെങ്കിൽ അടച്ചിട്ട റൂമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോയിരിക്കായിരുന്നു. വളരെ വാദോരാതെ ജനാധിപത്യത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഒന്ന് നവ്യ സംസാരിച്ചതാണ്, മോദി ടോയ്ലറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന. നവ്യനോട് ദയവ് ചെയ്ത് പറയാനുള്ളത്, മോദിക്ക് മുൻപും ഇവിടെ പ്രാഥമിക കാര്യങ്ങൾ മാനസികമായിട്ടുള്ള എല്ലാ അർത്ഥം കൊണ്ടും ആത്മാർത്ഥമായിട്ടും അവർ ചെയ്യുന്ന എല്ലാ പരിഗണന കൊണ്ടും ജനങ്ങളെ ദ്രോഹിക്കാതെ ഇവിടെ ടോയ്ലറ്റ് സംവിധാനം നിലവിലുണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ രണ്ടും ഒരു നാണയത്തിന്റെ വശങ്ങളാണെന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹം ഈ 9 വർഷം ഞാൻ പറയട്ടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറയാം. ഞാൻ പറയട്ടെ നവ്യ, വാതോരാതെ വായടിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മറ്റൊന്ന്, നീണ്ട വർഷക്കാലം കോഴിക്കോട് കോർപ്പറേഷൻ ഭരിച്ച കോർപ്പറേഷന്റെ വലിയ വികസന പദ്ധതികളെ കുറിച്ച് താങ്കൾ സംസാരിച്ചു. താങ്കൾ നിൽക്കുന്നത് കോഴിക്കോട് ഹൃദയഭാഗം ബീച്ചിലാണല്ലോ. നേരെ ആ ഭാഗത്തേക്ക് നോക്കാം. എൻ്റെ വിരൽ ചൂണ്ടിയ ആ ഭാഗത്തേക്ക് നോക്കിയാൽ കുട്ടികൾക്കൊരു പ്രാഥമിക പാർക്ക് ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഒരു തത്തമ്മ കൂടോട് കൂടിയിട്ടുള്ളൊരു പാർക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ അത് പൊളിഞ്ഞിട്ട് ഇന്ന് മയക്കുമരുന്നിന് ഒരു ശൗചാലയത്തിനും കൂടി അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങളെ ഭാഗത്തുണ്ടാവുന്നത്. മറ്റൊന്ന്, ഇവിടുത്തെ കോഴിക്കോട് നഗരത്തിലെ ഡ്രെയിനേജുകളാണ്. ആ ഡ്രെയിനേജുകൾ നമുക്കറിയാം, ഒരു 4 ദിവസം തോരാതെ മഴ പെയ്താൽ കൃത്യമായിട്ട് മയ്യത്തുകളാണ് അതിൽ ഒലിച്ചു പോകുന്നത്. നടന്നു പോകാൻ സാധിക്കില്ല. പിന്നെ മുസാഫർ അഹമ്മദ് നേരത്തെ പറഞ്ഞ ആവിക്കൽ തോടാണ്. മാഡം പറഞ്ഞല്ലോ, ആവിക്കൽ തോട് എന്തുകൊണ്ട് ധാർഷ്ട്യത്തോടു കൂടി അവിടെ നിലനിർത്തിയില്ല എന്ന. നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അകത്ത് ചമ്മിയും എല്ലായിരിക്കാം. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഈ ആവിക്കൽ തോടായാലും കോതി അപ്രോച്ച് റോഡിന്റെ അവിടെ ആയാലും മുൻകാലങ്ങളിൽ നടന്ന സമര പരിപാടികൾ തീർച്ചയായും ഭരണകർത്താക്കൾക്കെതിരെ ഉണ്ടാവും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ജനങ്ങൾ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. നിങ്ങൾ വാതോരാതെ 9 വർഷത്തെ വികസനം പറയുമ്പോൾ പാവം പുത്തുമലയിലെ പാവപ്പെട്ട എൻ്റെ സഹോദരന്മാരാണ്. അവിടെ മലയും കുന്നും ഇടിഞ്ഞുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരിമാരെ ഓർക്കാതെ പോയി സംസാരിക്കുന്നത് നവാസിനെ പോലുള്ള. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ബീച്ചിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്പെസിഫിക് ആണ് ക്വസ്റ്റ്യൻ. താങ്കൾ അതിൽ തന്നെ മറുപടി പറയാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ബീച്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പ്രത്യേകിച്ചും അതിനു മുമ്പും ഈ ബീച്ചിനെ കോഴിക്കോട് വരുന്ന എല്ലാ ജനങ്ങൾക്കും വൈകുന്നേരങ്ങളിൽ വന്ന് അവരുടെ സായന്തനങ്ങളെ ചെലവഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് കോഴിക്കോട് കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ അത് സമയങ്ങളിലെ MLA പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കളുടെ എല്ലാം ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്, ഞാൻ പറയട്ടെ അല്ല, യെസ്, പാർക്കിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് പാർക്കുണ്ടോ ചോദിച്ചുകൊണ്ടല്ല. അതിനു മുമ്പും പിമ്പും അദ്ദേഹവും ഈ പറയുന്ന വാദോരാതെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളിലേക്ക് കടന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യോത്തരത്തിലേക്ക് വരാം. ഏറ്റവും അവസാനം പുത്തുമലയിലെ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ചോദ്യമല്ല, പ്രസംഗം അവസാനിപ്പിച്ചത്. ആ കാര്യങ്ങളിൽ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ പോകാം. ഇന്നിപ്പോൾ നമ്മൾ ഈ മീഡിയ വണ്ണിന്റെ പരിപാടി നടക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് കോഴിക്കോട് ബീച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഒത്തുകൂടുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇതിന്റെ പേരിലേക്ക് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, എന്താ പറയുക, സ്വാതന്ത്ര്യ സമര കേന്ദ്രമായിട്ട് സ്വാതന്ത്ര്യ ചത്വരമായിട്ട്, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ, ചത്വരമായിട്ട് ഇതിനെ മാറ്റി തീർത്തത് അതൊരു വലിയ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന കേന്ദ്രം ഇവിടെയെല്ലാം നേരത്തെ ജനങ്ങൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന കേന്ദ്രമായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിന്റെ സൈഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നതിലപ്പുറത്ത് ഇവിടെയുള്ള കുറെ കടകളിൽ വന്ന് ചായ കുടിക്കാമെന്നതിലപ്പുറത്തേക്ക് ഈ ബീച്ച് വളർന്നിട്ടുണ്ടായിരുന്നില്ല. ആ ബീച്ചിനെ ഘട്ടം ഘട്ടമായി നമുക്കെല്ലാവർക്കും ഇതുപോലെ സൗകര്യപ്രദമായി വന്നിരിക്കാൻ കഴിയുന്ന ഇടമായി, കൂടിച്ചേരാൻ കഴിയുന്ന ഇടമായി, ഒരു റൂമിനകത്തിരുന്ന് നടത്തുന്ന ചാനൽ ചർച്ച ഈ ബീച്ചിനകത്ത്
അടുത്ത് വന്നുകൊണ്ട് ഫ്രീഡം സ്ക്വയറിൽ വന്ന് നടത്താൻ കഴിയുന്ന ഇടമാക്കി മാറ്റി തീർത്തു. ഏറ്റവും അവസാനത്തിൽ ഇവിടെ എല്ലാ പെട്ടിക്കടക്കാർക്കും ഒരുമിച്ച് സൗകര്യം, അവിടെയുള്ള അവരുടെ സാധാരണക്കാരായ അവരുടെ ജീവിത പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇവിടെ നിങ്ങൾ ചോദിച്ച ഒരു പാർക്കിന്റെ പ്രശ്നം, ലയൺസ് പാർക്കുമായി ബന്ധപ്പെട്ട ഇവിടെ നിങ്ങൾ ലയൺസ് പാർക്കിന്റെ ഒരു ആ പാർക്ക് ഒഴിക്കപ്പെടേണ്ട അവസ്ഥയുള്ളതിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ഇത് കണ്ണടച്ച് നിങ്ങളായിട്ടാക്കുന്നത്. കാരണം കോഴിക്കോടിന്റെ ബീച്ചിലെ ഇത്ര സുന്ദരമായ ഇത്ര മനോഹരമായ ഒരുമിച്ച് വന്ന് അതിന്റെ സായന്തനങ്ങൾ മനോഹരമായി ചെലവഴിക്കാൻ കഴിയുന്ന ഇടമാക്കി മാറ്റിയിടത്ത് അവിടെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർക്ക് പൊളിച്ചതിനെ കുറിച്ചും മാത്രമായിട്ട് അതിനെ ചുരുക്കി പ്രവർത്തനത്തിന്റെ ടോട്ടാലിറ്റിയെ കുറിച്ച് ആലോചിക്കണം. എന്താണ് ഈ ബീച്ച് ഇന്നലെ, എങ്ങനെയാണ് ഈ ബീച്ച് ഇന്നലെ എന്ന ടോട്ടാലിറ്റിയെ കുറിച്ച് കൂടി ആലോചിക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തെ സ്പെസിഫിക് ആയി നിങ്ങൾ ചോദിക്കുന്നില്ല? ചോദിക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളൊക്കെ ഈ കോർപ്പറേഷനിലെ വോട്ടർമാരാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട സംഗതി എന്നാണ് തോന്നുന്നത്? ഇവിടെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് BJPന്റെ ആൾ പറഞ്ഞു ആവിക്കൽ തോടിലെ പ്രശ്നം, അത് പിന്നെ ജനങ്ങളുടെ സമരം കൊണ്ടാണ് അത് അങ്ങനെ നിന്നത്, അല്ലാതെ ഒരു പ്രതിപക്ഷത്തിൻ്റെ മാത്രം പിന്നെ പ്രതിഷേധം കൊണ്ടല്ല. അവിടെയുള്ള ജനങ്ങൾ അവർക്ക് വരുന്ന ബുദ്ധിമുട്ട് മുന്നിൽ കണ്ടുകൊണ്ട് അതൊരിക്കലും സമ്മതിക്കില്ല എന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ആ വിഷയം ഉണ്ടായത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അവിടെ സമരം ചെയ്ത ആളുകളെ എന്താണ് വിശേഷിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയോ? ഭീകരവാദികൾ എന്നുള്ള വിശേഷണമാണ് അന്ന് ആവിക്കത്തോടിലെ ജനങ്ങൾ. ഞാൻ പറഞ്ഞതല്ല, ഈ നഗരസഭ ഭരിക്കുന്ന ഇതിന്റെ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞിട്ടുള്ള വാക്കാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെ സമരം പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ പറഞ്ഞ വാക്കല്ല, ഞാൻ പറയുന്നത് ഈ കോർപ്പറേഷന്റെ ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അന്ന് ആ സമരം ചെയ്തിരുന്ന ആളുകളെ ഇപ്രകാരമാണ് സൂചിപ്പിച്ചിരുന്നത്. ഇവിടെ ശ്രീ ഗവാസ് പറഞ്ഞത് ജനങ്ങൾക്ക് അവിടെ ഒരു സമരം ഉണ്ടായിരുന്നില്ല, സമരം മുഴുവൻ അല്ലെങ്കിൽ പ്രശ്നം UDF ആണെന്നാണ്. ജനങ്ങളുടെ ഒരു ജെന്യുവിൻ ഒരു കൺസേൺ ആയിട്ട് നിങ്ങൾ അതിനെ എടുക്കുന്നില്ലല്ലോ. ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അന്ന് മുൻപോട്ട് പോയിട്ടുള്ളത്. അവിടെ ഈ കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇല്ല. ഞാൻ പറയട്ടെ, ഇതുപോലെയുള്ള സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളും മറ്റു പല സ്ഥലങ്ങളിലും അത് അവിടെ ആവിഷ്കരിച്ചു 100% നടപ്പിലാക്കി അതിന്റെ ഗുണങ്ങൾ ആ പ്രദേശത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ആ വികസനം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള തരത്തിൽ. ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ പരിസര ശുചീകരണത്തിന് ബാധിക്കുന്ന വിഷയമാണോ? ആ പരിസര മലിനീകരണം നടക്കുന്നുണ്ടെങ്കിൽ ആ മലിനീകരണത്തിൽ നിന്ന് ഒരു മോചനം അത് ഈ ബീച്ച് പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടേ? ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിലേക്ക് ആ മാലിന്യങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് മാലിന്യം വരുന്നതല്ല. ഈ വെള്ളയിൽ പ്രദേശത്ത് 1 സെന്റിലും 2 സെന്റിലും 3 സെന്റിലും തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളുടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അതിന് അറുതി വരുത്താൻ വേണ്ടിയുള്ള പ്രൊജക്റ്റ് ആയിരുന്നു അത് ഇത്തരത്തിലുള്ള പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ഈ ഭരണകൂടമാണ് ഈ കേന്ദ്രം തിരഞ്ഞെടുത്തത്. ആ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ആർക്കാ വിയോജിപ്പുള്ളത്? UDF കൃത്യമായ നിലപാടുണ്ടായിരുന്നു. നഗരത്തിലുള്ള ഈ പറയുന്ന കുലീന സ്വഭാവമുള്ള ഈ പാവപ്പെട്ട ജനങ്ങളുടെ പ്രദേശത്ത് ഈ സമ്പന്നരുടെ ഈ അഴുക്ക് അത് ആ അഴുക്ക് നേരിടേണ്ടവരല്ല. പ്രവീൺകുമാർ പറഞ്ഞു കേട്ടെ, അഴുക്ക് ഈ പറയുന്ന പാവപ്പെട്ട ജനവിഭാഗം അത് സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവിടെയുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇപ്പൊ എന്താ മനോഹരമായിട്ടാണ് പറയുന്നത്. അവിടെയുള്ള ജനങ്ങൾ സഹകരിച്ചിരുന്നെങ്കിൽ അവിടെ ജനങ്ങൾ 5 സെന്റും 2 സെന്റും 3 സെന്റും സ്ഥലത്ത് ജീവിക്കുന്ന, തിങ്ങിപ്പറിഞ്ഞ് ജീവിക്കുന്ന, അത് ഞാനൊരു കാര്യം പറയാം, അതിൽ ചില നിറങ്ങളൊക്കെ ഉണ്ട്. ആ നിറമാണ് CPM-നും BJP-ക്കും ഒരേ വാക്ക് വരുന്നത്, തീവ്രവാദം. ഫ്രഷ് കട്ടേഴ്സിൽ സമരം നടക്കുമ്പോഴും ഇതേ വാക്കാണ് ഉപയോഗിച്ചത്, അവിടെ തീവ്രവാദികളാണ് ആ സമരം ചെയ്യുന്നതെന്ന്. അത് സാധാരണ ഇവരുടെ വരേണ്യ വികസന പ്രവർത്തനം നടത്താൻ സാധാരണക്കാരന്റെ മേൽ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ് ഗുജറാത്ത് മോഡൽ വികസനമൊന്നും കോഴിക്കോട് കോർപ്പറേഷന്റെ പരിസരത്ത് നടക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞത്. പിന്നെ രണ്ടാമത് നേരത്തെ സൂചിപ്പിച്ചു ഒരുപാട് വികസന പ്രവർത്തനം, തെരുവ് നായ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വികസന പ്രവർത്തനം പറഞ്ഞപ്പോൾ ഗവാസിന് പറയാനില്ല. ഞാൻ രണ്ടാമതൊരു കാര്യം പറയുന്നു, തെരുവ് നായ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 3, നേരത്തെ പറഞ്ഞു അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തൊക്കെ മറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
കോഴിക്കോട് കോർപ്പറേഷൻ 40 വർഷമായി CPM ഭരിക്കുന്നത്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യത്തിന് 5 മാസം കൂടി കഴിഞ്ഞാൽ 10 വർഷം പൂർത്തീകരിക്കുകയാണ്. 5 ടോയ്ലറ്റാണ് കോഴിക്കോട് കോഴിക്കോട് കടപ്പുറത്ത് പിന്നെ ഈ പറയുന്ന 9.5 വർഷക്കാലം കൊണ്ടും 40 വർഷക്കാലം കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ 5 ടോയ്ലറ്റ്. അതാണ് അടിസ്ഥാന വികസനം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ ഏറ്റവും ഒരു വികസന പ്രവർത്തനം നിങ്ങൾ തുടങ്ങി അവസാനിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് തൃപ്തികരമായി പൂർത്തീകരിച്ച ഒരു വികസന പ്രവർത്തനത്തിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ശരി, അതായത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്, അതിന് തുടർച്ച ഉറപ്പാക്കി ഓൾറെഡി മറുപടി പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് എതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ വോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം തോന്നുന്നുണ്ടോ? ഡിസ്കസ് ചെയ്യുന്നത് പല വികസനത്തിന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഓരോ ആൾക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാലോ, എന്തൊക്കെയാണ് അവരുടെ രീതിയിലുള്ള ചിന്തകൾ, എന്താണ് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, എന്താണ് ഇവിടുത്തെ വികസനത്തിന്റെ കാര്യങ്ങൾ, എന്താണ് അഡ്രസ് ചെയ്യപ്പെടാത്ത ഒരു വിഷയം തോന്നുന്ന വിഷയമുണ്ടോ? ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ബസ്സിൽ കയറുന്ന സമയത്തൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ലാസ്റ്റാണ് നമ്മളെല്ലാരെയും കൊണ്ടുപോയിട്ട് കയറ്റുന്നത്. ഡിസ്ക്രിമിനേഷൻ. അതെ എനിക്ക് പറയാനുള്ളത്. എന്റെ സ്റ്റുഡന്റ് എന്നുള്ള രീതിക്ക് എനിക്ക് അതേ പറയാനുള്ളൂ ഇവിടെ വന്നിട്ട്. ട്രാൻസ്പോർട്ടേഷൻ ചിൽഡ്രൻ ഫ്രണ്ട്ലി അല്ല എന്നുള്ളത്. ബഹുമാനം അല്ല, ഇവിടെ ശ്രീ നവാസിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ബഹളം വെച്ചുകൊണ്ടാണ്. അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. നഗരത്തിലെ അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നഗരപ്രദേശം എന്ന് പറയുന്നത് ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടിൽ ആണ്ടുപോകുന്ന പ്രദേശങ്ങളാണ്. നമ്മുടെ LIC അവിടെ ബസ് കാത്തു നിൽക്കുന്ന നിരവധി ആളുകൾ, താങ്കൾ ഒന്ന് പോയി നോക്കണം. മഴ പെയ്യുന്ന സമയത്ത് അവിടെ ചളിവെള്ളം തെറിച്ചുകൊണ്ടാണ് ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ നിൽക്കുന്നത്. നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മഴക്കാലം എടുത്തു നോക്കുമ്പോൾ തോണി ഇറക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷനിൽ. ഇന്ന് പാർക്കിംഗ് പ്ലാസകൾ അത് ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കുമ്പോൾ മറുവശത്ത് നമുക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരു മാലിന്യ പ്രശ്നം ഒരു വശത്ത്, താങ്കൾ പറഞ്ഞല്ലോ ഈ മാലിന്യ സംസ്കരണ കാര്യങ്ങളിലെല്ലാം അവാർഡ് കേന്ദ്രീകരിച്ചു എന്ന് പറയുമ്പോഴും ഈ ഞെളിയൻ തോടിന്റെ സാഹചര്യം കൂടെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അവിടെ ഒരു സോണ്ട എന്ന് പറഞ്ഞ കമ്പനിയെ കൊണ്ടുവന്നുകൊണ്ട് കോടികളുടെ അഴിമതികൾക്ക് പാത്രീഭവിക്കാൻ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധിച്ചു. അഴിമതിയുടെ മുഖമായിട്ട് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു. ഇതെല്ലാം രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് സമ്മതിച്ചിട്ടുള്ള അഴിമതിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. 60 വർഷം കഴിഞ്ഞല്ലോ. 60 വർഷത്തിനിടയ്ക്ക് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ 5 വർഷക്കാലം. വളരെ ഗൗരവപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിനെ പോകരുത്. ഇല്ല, നഗരമാതാവ് പറയുന്നു അഴിമതിയിൽ മുങ്ങിയ ഭരണമാണ് എന്ന്. പറഞ്ഞോട്ടെ, പറയാനുള്ള സമ്മതം കൊടുത്താ. നിങ്ങൾ പറഞ്ഞോ, നഗരമാതാവും നഗരപിതാവൊക്കെ പറഞ്ഞോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കോഴിക്കോട് നഗരത്തിന്റെ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിരത്തിയിട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലവും തുടർന്ന് വരാനിരിക്കുന്ന 5 വർഷം, ഞാൻ പറയട്ടെ സുഹൃത്തെ, വരാനിരിക്കുന്ന 5 വർഷക്കാലവും മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ദുൽക്കി നേരത്തെ പറയാണ്, എന്ത് അടിസ്ഥാന വികസനമാണ് ഉണ്ടാക്കിയത്? അടിസ്ഥാന വികസനം എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചുള്ള കോൺഗ്രസ് ധാരണയുടെ പ്രശ്നമാണത്. ഈ കേരളത്തിനകത്ത് അതിദരിദ്രരില്ലാത്ത കേരളമായി പ്രഖ്യാപിക്കപ്പെട്ട നാടായിട്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടായിട്ട് കേരളം മാറി തീർന്നു. 64,000-ഓളം വരുന്ന കുടുംബങ്ങൾ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടായത്? അത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നിരവധികളായ മാർഗങ്ങളെ കാണിച്ചു കൊടുത്തതാണ്. ഈ കോഴിക്കോട് നഗരം അതിദരിദ്രരില്ലാത്ത നഗരം എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിതമായി ബന്ധപ്പെടുത്തുന്ന അതിന്റെ തൊഴിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് മാത്രമല്ല കേരളത്തിന്റെ പൊതുവിതരണ സംവിധാനത്തെ മെച്ചപ്പെടുത്തി, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഉണ്ടാക്കി. ഈ നഗരത്തിൽ ഉൾപ്പെടെ അടച്ചുപൂട്ടപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ കൂടി ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. കേവലം ഒരു ചർച്ചയും ചെയ്യാതെ ഈ നഗരം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗവും കേരളത്തിലെ ചർച്ചയുടെ ഭാഗമാണ്. ഒരു മിനിറ്റ്, കോഴിക്കോട് എന്താണ് വികസനം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോണ്ടാ?
കോഴിക്കോട് എന്താണ് വികസനം ഇല്ലാത്തത്? കോഴിക്കോട് എന്താ വികസനം ഇല്ലാത്തത് നിങ്ങൾ പറയും. ഈ കോഴിക്കോട് നഗരം ഇന്ന് കാണുന്ന നഗരമായി പരിവർത്തനം ചെയ്യുന്നതിനകത്ത് വഹിച്ച വലിയ പങ്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ചോദ്യം ചോദിക്കേ, ആ ചോദ്യം കൃത്യമായിട്ടാണ് പറയുന്നത്. ഇന്ന് കാണുന്ന കോഴിക്കോട് നഗരത്തെ ഉണ്ടാക്കിയെടുത്തത് തീർച്ചയായിട്ടും ഇടതുപക്ഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന റോഡുകൾ ഇപ്പൊ നേരത്തെ നവ്യ ഇവിടെ പറഞ്ഞു ഒരു കാര്യം നവ്യ ഇവിടെ പറഞ്ഞു വെള്ളക്കെട്ടാവുന്ന കോഴിക്കോടാണ്. ഞാൻ പറയുന്നത് കോഴിക്കോട് വികസനം പറയാൻ പോകുന്നത് ഇതാ ഏറ്റവും മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ റോഡിനോട് പ്രശ്നം വന്നിരിക്കുകയാണ്. ഇപ്പോൾ അരക്കെട്ടിന്റെ വെള്ളമാണ് ആ സ്റ്റേഡിയത്തിന്റെ അവിടെ പുതിയ സ്റ്റേഡിന്റെ നേരെ മുമ്പിൽ അരക്കെട്ടിന്റെ വെള്ളമാണ്. നിങ്ങൾ വണ്ടി ഓടിച്ചു കോഴിക്കോട് കൂടെ? ഞാൻ കോഴിക്കോട് ഡ്രൈവറാണ്. ഞാൻ കോഴിക്കോട് ഓട്ടോ ഡ്രൈവറാ. ഞാൻ പറയട്ടെ കോഴിക്കോട് വണ്ടി ഓടിക്കുന്ന ആളുകൾക്കെല്ലാം മഴ പെയ്തുണ്ടാവുന്ന പ്രശ്നത്തിനെ കുറിച്ച് അറിയാം. അതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണം നടത്തി. ഞാൻ പറയട്ടെ ഇപ്പൊ കോഴിക്കോട്ടെ റോഡ് പദ്ധതിക്കകത്ത് വലിയ മാറ്റം ഉണ്ടായിരുന്നു. കോഴിക്കോട് നഗരത്തിനകത്ത് ഒരു വലിയ മാറ്റം വെള്ളിമാട് കൊണ്ട് മാനാഞ്ചിറ റോഡുമായി ബന്ധപ്പെട്ട് വരുന്നു. അത് വലിയ റോഡുകളുണ്ടായി, ബൈപ്പാസുകൾ ഉണ്ടായി. ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ലേ? ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ കണ്ടിട്ടില്ല. യാഥാർത്ഥ്യമാവാൻ ഞാൻ പറയട്ടെ, ഒരു പദ്ധതി യാഥാർത്ഥ്യമാവാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. ആ സമയത്തിനപ്പുറത്തേക്ക് സാങ്കേതികമായ പ്രശ്നങ്ങൾ കാലം ജനപ്രതിനിധികളായിരുന്ന ആളുകളല്ലേ ജനപ്രതിനിധികളായിരുന്ന ആളുകള് അല്ല ഞാൻ പറയട്ടെ ചോദിച്ചോ അല്ല ഞാൻ പറയാം ഇവിടെ നവ്യ പറയാണ് ഇങ്ങനെ ചോദിച്ചാൽ നവ്യ പറയുകയാണ് വെള്ളിമാട് കുന്ന് മാനാഞ്ചിറ റോഡിന്റെ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടതിന്റെ കാലതാമസത്തെക്കുറിച്ചാണ്. വികസന പ്രവർത്തനം പറയുന്നത് തീർച്ചയായിട്ടും കാലതാമസം ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞ കാര്യം പറയട്ടെ. കാലതാമസം ഉണ്ടാകും. ആ കാലതാമസം കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഗവാസ് സാറോടാണ്. നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ടൗണിലൂടെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മഴ പെയ്താൽ, നല്ലൊരു മഴ പെയ്താൽ നമ്മൾ വലിയ പ്രയാസമാണ്, ഗതാഗത കുരുക്കും മറ്റുമാണ്. ഇതിന് ഡ്രെയിനേജ് സംവിധാനത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി കോർപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഒരുക്കിയിട്ടുണ്ടോ? ഞാൻ പറയാം, നമുക്ക് സമയം കളയണ്ട. കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ തൊഴിലാളി കൂടി ചോദിച്ചോട്ടെ, ആ ചോദ്യം കൂടി ഉത്തരം പറയാം. അല്ല ഞാനൊരു കാര്യം ചോദിക്കല്ലേ? ഹലോ, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഇദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഞാനൊരു മറുപടി പറയാം. ഒരു മിനിറ്റ് അതൊക്കെ പ്രശ്നം അറിയോ? എന്താ പ്രശ്നം അറിയോ? പറഞ്ഞോ ചോദ്യങ്ങൾ വരട്ടെ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ ഒരു കാര്യമില്ല. ഒരൊറ്റ കാര്യം പറയട്ടെ. അല്ല, ഒരു കാര്യം പറയട്ടെ. കോഴിക്കോട് കോർപ്പറേഷൻ അതിദാരിദ്ര്യമുക്ത കോർപ്പറേഷൻ ആയിട്ടുള്ള പ്രഖ്യാപനം പറഞ്ഞല്ലോ. ആ ദാരിദ്ര്യമുക്തിക്ക് വേണ്ടിയിട്ട് എന്താണ് കോർപ്പറേഷൻ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി എന്ന് കൂടെ അദ്ദേഹം ഇവിടെ പറയണം. ഇവിടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി വന്നിട്ടുണ്ടെങ്കിൽ അത് റേഷൻ കടകൾ മുഖേന ഭക്ഷണധാന്യ വിതരണങ്ങള് അത് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ടാണ്. ഇവിടെ വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ഞാൻ പറയട്ടെ, വീട് വെച്ച് നൽകിയത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെയാണ്. രാജ്യം മുഴുവൻ ഭരിക്കുന്ന ആളുകളല്ലേ, എത്രയോ വർഷമായി മോദി ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു നാട്ടിലല്ലാതെ, ഈ കേരളത്തിലല്ലാതെ, അല്ല നിങ്ങളൊക്കെ അതായത് കേന്ദ്ര സർക്കാർ രാജ്യം മുഴുവൻ ഭരിക്കുകയാണ്, പക്ഷെ അതിദാരിദ്ര്യമുക്തി കേരളത്തിലേ ഉള്ളൂ. ലൈഫ് പ്രകാരം ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത് കേരളത്തിലേ ഉള്ളൂ. പാവപ്പെട്ടവരെ കരുതുന്ന പദ്ധതികൾ കേരളത്തിലേ ഉള്ളൂ. എന്തുകൊണ്ട് ഇപ്പൊ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. നരകിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടത്തിയെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. കേന്ദ്രമൊന്നും തരുന്നില്ല, കേന്ദ്രമൊന്നും തരുന്നില്ല എന്നായിരുന്നു പദ്ധതി പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികളാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയമാണ്. ബാക്കി സ്ഥലത്തൊക്കെ എവിടെ?
ഞാനിവിടെ സംസാരിച്ച അതിദാരിദ്ര്യമുക്തി കോർപ്പറേഷന് സംബന്ധിച്ചാണ്. ഈ അല്ല, അതിദാരിദ്ര്യമുക്തമാവാൻ കോർപ്പറേഷനെ കുറിച്ച് വേണ്ടി മാത്രമല്ല, ഈ കോഴിക്കോട് തെരഞ്ഞെടുപ്പുമായി കോർപ്പറേഷൻ ബന്ധപ്പെട്ട് എന്ത് നവ്യ പറയൂ. സംഭാവനയാണ് ചെയ്തിട്ടുള്ളത് നവ്യ പറ. ഈ കേന്ദ്രത്തിന്റെ ബീഹാറിലെ ഏറ്റവും വലിയ വികസന പദ്ധതി എന്താന്ന് വെച്ചാല് 10,000 രൂപ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ വികസന പദ്ധതി. ഇതൊന്നും മറച്ചു വെച്ചിട്ട് ഈ കേരളത്തിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഒരു ചർച്ചയ്ക്ക് വന്നാൽ ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയമായ വികസനപരമായ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുക എന്നുള്ള ബാധ്യതയുണ്ട്. നിങ്ങൾ ഈ ബഹളങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന നവ്യ ആദ്യം കൃത്യമായി അവരുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കോഴിക്കോട്ടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വാദോരാതെ പറയുന്ന അതിന്റെ വിരുദ്ധതയെ കുറിച്ച് പറയുന്ന ഈ രാജ്യത്ത് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തിലെങ്കിലും ഒരു ഗ്രാമത്തിലെങ്കിലും കാണാൻ പറ്റുമോ? എന്റെ ബഹുമാനപ്പെട്ട നിഷാദ് സഖാവേ, ഞാൻ പറയുന്നത് ചെറിയ ചാറ്റൽമയ വന്ന പാടനെ നിങ്ങളൊരു കുട ചൂടുന്ന കാലഘട്ടത്തിലായി കമ്മ്യൂണിസം. ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് ഒരു യോത്രം പറയില്ല. ആ പ്രസ്താവന ഞാനിവിടെ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ ഇന്ന് വൈകുന്നേരവും ഇതിന്റെ ബന്ധപ്പെട്ട മീഡിയ ഞാൻ പറയട്ടെ മീഡിയ വഴി ആളുകളോട് പറഞ്ഞതറിയോ, ഞാൻ അസുഖബാധിതനാണ്, എനിക്ക് സുഖമില്ല, പറയട്ടെ ബാധിക്കുന്ന പാളയം പച്ചക്കറി മാർക്കറ്റ് നാണവുമില്ലാതെ ഉദ്ഘാടനം കഴിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു സെൻസുമില്ലാത്ത പാളയമൊക്കെ പറയാം. ഇല്ലില്ല, പാളയ പറയാണ്ട് ഞാൻ ഈ കൊടചൂടി എന്തിനാ ഈ ചർച്ചയിൽ എന്നെ വിളിച്ച എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് ഉച്ചക്കും പറഞ്ഞു എനിക്ക് സുഖമില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ഇല്ലില്ല, ഇതൊക്കെ റെക്കോർഡറാണ്. ഒരു കൊടചൂടിയതിനെ കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെടുന്ന ആളാണ്, എന്നിട്ടാണ് വർത്തമാനം പറയുന്നത്. ഇതൊക്കെ നിർത്തിക്കള. ഇങ്ങനെ ചർച്ചക്കൊന്നും ഇങ്ങനത്തെ ആളുടെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാനും വയ്യ. അതായത് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നയാള് ചോദിക്കുമ്പോ ഉണ്ടാവേണ്ട മാന്യത ഇങ്ങോട്ട് കാണിച്ചാലേ അങ്ങോട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഈ താങ്കൾ ചോദിച്ച ചോദ്യം ഒരു തരത്തിലും ഒരു ചാനൽ ചർച്ചക്കകത്ത് വന്നിരുന്ന ഒരാൾ ആക്ഷേപിക്കുന്നത് തുല്യമാണ്. ഈ ഇതൊക്കെ ഞാനല്ല പറയേണ്ടത്. ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നടക്കുന്ന ചർച്ചയെ നിങ്ങൾ 2-3 പേര് കോൺഗ്രസ്സുകാരും BJP-ക്കാരുമായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് വന്ന് ഈ രാഷ്ട്രീയ ചർച്ചയെ വഴിതിരിച്ചുവിടാൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാഷ്ട്രീയം പറഞ്ഞത് ആ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് വികസനത്തെ കൂട്ടിവെക്കുന്നത്. വികസനം എന്ന വാക്കിനെ കൂടി കൂട്ടിപ്പിടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പാളയം ഉന്നയിക്കുന്നതിന് മുമ്പ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത നമുക്കുണ്ട്. വൈഷ്ണവയ്ക്ക് മത്സരിക്കാം. നേരത്തെ പറഞ്ഞു പറയട്ടെ പറയട്ടെ. നിങ്ങൾ പറയുന്നത് ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയല്ല. ജനാധിപത്യത്തെ മര്യാദ കാണിക്കുക. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നത്. നേരത്തെ ഗവാസ് എനിക്ക് ക്ലാസ് എടുത്തു വന്നു. ദേശീയ തലത്തിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഈ 2 കമ്മീഷനും ജനങ്ങൾക്ക് എങ്ങനെ വോട്ടില്ലാണ്ടാക്കാം എന്നുള്ള ശ്രമം നടത്തുകയാണ്. അതിന് ആദ്യത്തെ തിരിച്ചടിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്, കൃത്യമായ മുൻതുരുക്കം ഇല്ലാതെ പാളയം പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മാറ്റുകയും അവിടെ കച്ചവടം പോലും നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് വലിയ അഴിമതിക്ക് വേണ്ടി സ്വകാര്യ വ്യക്തികൾക്ക് ബിൽഡിങ്ങുകൾ മറച്ചു വിറ്റുകൊട്ട് തൊഴിലാളികളുടെ ഒരു തരത്തിലുള്ള ക്ഷേമവും നോക്കാതെ അവരുടെ അർഹതപ്പെട്ട അവരുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാതെയാണ് അത്തരത്തിലുള്ള മാറ്റത്തിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളൊക്കെ നിരാശയിലാണ്. ഞാൻ നേരത്തെ കുറേ അഴിമതിയെക്കുറിച്ച് സംസാരിച്ചു. സത്യത്തിൽ ഈ ചർച്ച പലതും കോർപ്പറേഷൻ അല്ലാത്ത മറ്റ് പല മേഖലയിലേക്ക് കടന്നു പോകുന്നതുകൊണ്ട് ഇവിടെ ബാങ്കിൻ്റെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗവാസിനും ഒന്നും മറുപടിയില്ല. അതേപോലെ തന്നെ കെട്ടിട പെർമിറ്റുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്ന ഒരു കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷൻ. അതിനെക്കുറിച്ച് മറുപടിയില്ല. ഈ ഗവൺമെന്റ് തന്നെയാണ് അന്വേഷിച്ചത്. അല്ല ഗവാസ് ഒരു സെക്കൻഡ്, ഇത്ര നേരം ഇവിടെ അവർ 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേരും ഒരേ കൂട്ടത്തിൽ പെട്ടാണ്. എന്താ വെച്ചാൽ ഒരാഴ്ച മുന്നെയാണ്
പിന്നെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി നേതാവ് പറഞ്ഞത് ഡിവൈഎഫ്ഐക്കാർ മുണ്ടുമുറുക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണം, വള്ളി അവിടെ ഒരേ കാവി കളസമാണുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇവിടെ പറയാണ്. അതിന് വള്ളി ടൗസറിന് വള്ളി കെട്ടുന്ന പരിപാടിയാണ് ഇപ്പൊ CPI ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനേക്കൊന്നും പോവണ്ട. അല്ലല്ല, അതല്ല ഞാനിത് പറഞ്ഞേട്ടെ. ഇത്തരം അഴിമതി ആരോപണങ്ങളെ കുറിച്ചൊന്നും മറുപടിയില്ല. വികസന പ്രവർത്തനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ വലിയ വികസനത്തെ കുറിച്ചും ചെറിയ വികസനത്തെ കുറിച്ച് കൊടുക്കുമ്പോൾ അതിന് മറുപടിയില്ല. ഞാൻ അവസാനത്തെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം നടന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന് കോഴിക്കോട് കോർപ്പറേഷന്റെ പെർമിഷൻ ഉണ്ടോ ഇല്ലയോ? ഒരു ചോദ്യം കൂടെ അതിന് മുമ്പ് എന്താണ് ചോദ്യം? ഞാൻ ഇദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്. ഇവിടെ ചികിത്സാ രംഗത്തെ വികസനത്തെ കുറിച്ചൊക്കെ ധാരാളം പറഞ്ഞു. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് എന്ത് ധൈര്യത്തിലാണ് നമ്മൾ സ്ത്രീകളും കുട്ടികളും ഏത് രോഗികളായാലും പിന്നെ എന്ത് ധൈര്യത്തിലാണ് പോകുന്നത്? കൈ ഒടിഞ്ഞു പോയ ഒരു കുട്ടിയുടെ കൈ തന്നെ മുറിച്ചു മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായി. അതുപോലെ ഹൃദയ ശസ്ത്രക്രിയക്ക് ശേഷം അവിടെ പൈപ്പ് വെച്ച് മറന്നു പോകുന്ന ഒരവസ്ഥ, അത് തുന്നിക്കെട്ടുന്ന അവസ്ഥ. ഈ കോഴിക്കോടിന്റെ തെരുവില് 100-ലധികം ദിവസങ്ങളിൽ ഹർഷിന എന്നൊരു പെൺകുട്ടി നീതിക്ക് വേണ്ടി അലഞ്ഞു നടന്നിരുന്നു. ആരോഗ്യമന്ത്രി വന്ന് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പോഴും നീതിക്ക് വേണ്ടി ആ പെൺകുട്ടി അലയുകയാണ്. അതിന്റെ കുടുംബ ജീവിതം വരെ തകരാറായിരിക്കുന്ന ആരോഗ്യ മേഖല അടക്കമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് 30 സെക്കൻഡേ ഉള്ളൂ. വേഗം തീർത്തേക്കാം. അതായത് ഇവിടെ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ നിങ്ങൾ ആരും സമ്മതിച്ചില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തിച്ചേർക്കാൻ മാത്രമേ നിങ്ങൾ നിർബന്ധമുണ്ടായിരുന്നുള്ളൂ. ഒരു ചാനൽ ചർച്ചകൾക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ട രാഷ്ട്രീയ ചർച്ച പോലും ഇവിടെ മറന്നു. എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതിനുപോലും ഉത്തരം പറയാൻ നിങ്ങൾ സാധ്യമല്ല. ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയാം എന്താ പറയുന്നറിയോ? അല്ല, ഇപ്പൊ വൈഷ്ണയുടെ വോട്ടുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ പറഞ്ഞ കാര്യത്തിന്റെ മറുപടി കൂടി പറഞ്ഞു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വൈഷ്ണയുടെ വോട്ടും വിനുവിന്റെ വോട്ടും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കെട്ടണ്ട. വൈഷ്ണയുടെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ്. മറ്റേത് വോട്ടില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയ വിഷയമാണ്. ഒറ്റ വാക്കിൽ ഇപ്പോ അത് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ ആരോഗ്യ സംവിധാനത്തെ ഇത്രമേൽ മെച്ചപ്പെടുത്തിയ മറ്റൊരു കാലവും ഉണ്ടായിട്ടില്ല. ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിവിധങ്ങളായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ കോഴിക്കോട്ടെയും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഘടകങ്ങളാണ്. അവ എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് ഇനി തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്ന് കണ്ടത്. നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, പാനലിസ്റ്റുകൾക്കും ഈ ജനങ്ങൾക്കും. ഇനി അടുത്ത ദിവസം വേറൊരു ദിവസം കാണാം, വേറൊരു കോർപ്പറേഷനിൽ കാണാം. ബൈ.